KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കാശ്മീരിൽ ES ദുബൈ ഗ്രാൻഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഗസിനായി പ്രവാസി വായന. മഅദിൻ അക്കാദമിയുടെ വൈസനീയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന മേന്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF ക്യാമ്പസ് ടോക്ക് 30 കേന്ദ്രങ്ങളിൽ. മുഹിമ്മാത്ത് മദ്ഹു റസൂൽ ഫൗണ്ടേഷന് കീഴിൽ സംഘടിപ്പിക്കുന്ന പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് പ്രഖ്യാപനമായി. പാരീസിൽ ഭീകരാക്രമണം, 7 വെടിവെപ്പും സ്ഫോടനവും, 130-ലേറെ മരണം. IS ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളും അടച്ചു. മന്ത്രി കെ ബാബുവിനെതിരെ പ്രതിപക്ഷം. സർവകക്ഷി സംഘത്തിന്റെ ബ്രിട്ടൻ സന്ദർശനം മാറ്റിവെച്ചു. യുദ്ധം താറുമാറാക്കിയ യമനിലേക്ക് UAE 840 മെട്രിക് ടൺ സഹായമെത്തിച്ചു. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ സെൻസറിംഗ് നടക്കുന്നത് ഇന്ത്യയിൽ. കുവൈത്ത് വിസ. ആരോഗ്യ പരിശോധന ഫലപ്രദമല്ലെങ്കിൽ ചെലവ് വഹിക്കും. മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ അടച്ച ഫീസ് തിരിച്ചു നൽകും. ഖദാമത്ത് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ്. വാർത്തകൾ വിശദമായി. ലോകത്തെ നടുക്കി ഫ്രാൻസിലെ ഭീകരാക്രമണം. പാരീസിൽ ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിലും വെടിവെപ്പിലുമായി 130-ലേറെ പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 200 പേരിൽ 80 പേരുടെ നില അതീവ ഗുരുതരമാണ്. 8 ഭീകരർ കൊല്ലപ്പെട്ടു. ചാവേർ ആക്രമണത്തിലാണ് 8 ഭീകരരും കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. വടക്കൻ പാരീസിലെ പ്രശസ്തമായ സ്റ്റാഡെ ഫ്രാൻസ് സ്റ്റേഡിയത്തിന് സമീപവും സ്ഫോടനമുണ്ടായി. ഫ്രാൻസ് ജർമ്മനി സൌഹൃദ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെയായിരുന്നു സ്ഫോടനം. മത്സരം കാണാനെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലാന്ദിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലാന്ദിന്റെ നേതൃത്വത്തിൽ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നു. ആക്രമണങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലാന്ത് പറഞ്ഞു. അക്രമികൾ ആരാണെന്ന് അറിവായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അതിർത്തികൾ അടച്ചു. ആക്രമണത്തെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി അപലപിച്ചു. പാരീസ് ജനതയോട് ഐക്യദാർഢ്യം അറിയിക്കുന്നതായി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. സംഭവം പാരീസിനോ അവിടുത്തെ ജനങ്ങൾക്കോ മാത്രമല്ല, ലോകത്തിനു മുഴുവൻ ഭീഷണിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ അഭിപ്രായപ്പെട്ടു. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലും ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ബാൻ കി മൂൺ തുടങ്ങിയവരും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയും ആക്രമണങ്ങളെ അപലപിച്ചു. ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ IS തീവ്രവാദികളാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. മുറിവേറ്റെങ്കിലും ഫ്രഞ്ച് ജനതയും ഭരണകൂടവും ശക്തമാണ്. ആക്രമണം ആസൂത്രണം ചെയ്തത് വിദേശത്താണെങ്കിലും രാജ്യത്തിനകത്തു നിന്നും സഹായം ലഭിച്ചുവെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. പാരീസ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രമുഖ നഗരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് അടക്കം മെട്രോ നഗരങ്ങളിൽ ആഭ്യന്തര സുരക്ഷാ വിഭാഗമാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളങ്ങൾ, മാർക്കറ്റുകൾ, മാളുകൾ തുടങ്ങിയ ഇടങ്ങളിൽ എല്ലാം ശക്തമായ സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശമുണ്ട്. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണമാണ് പാരീസിൽ നടന്നതെന്നാണ് US-ലെ സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. IS അടക്കമുള്ള സംഘടനകൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് 20 പേർ IS-ൽ പ്രവർത്തിക്കുന്നതായും സൂചനയുണ്ട്. മന്ത്രി കെ ബാബുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടനിലേക്ക് പോകാനിരുന്ന സർവകക്ഷി സംഘത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഴിമതി ആരോപണ വിധേയനായ കെ ബാബുവിനൊപ്പം പോകാനാവില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇതേ തുടർന്ന് സർവകക്ഷി സംഘത്തിന്റെ യാത്ര മാറ്റിവെച്ചു. ബ്രിട്ടീഷ് സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് ഭരണ പ്രതിപക്ഷ MLA-മാർ അടങ്ങിയ സംഘം ബ്രിട്ടൻ സന്ദർശിക്കാനിരിക്കുന്നത്. മന്ത്രി KC ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ആസൂത്രണം ചെയ്തിരുന്നതെങ്കിലും അസൌകര്യം മൂലം അദ്ദേഹം പിന്മാറിയതിനെ തുടർന്നാണ് സംഘത്തെ കെ ബാബു നയിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇക്കാര്യം പ്രതിപക്ഷത്തെ അറിയിച്ചിരുന്നില്ലെന്ന് C ദിവാകരൻ MLA പറഞ്ഞു. കെ ബാബുവിനൊപ്പം പോകാനാവില്ല. സംഘത്തെ KC ജോസഫ് നയിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്ത് വിസ. ആരോഗ്യ പരിശോധന ഫലപ്രദമല്ലെങ്കിൽ ചെലവ് വഹിക്കും. മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ അടച്ച ഫീസ് തിരിച്ചു നൽകുമെന്നും ഖദാമത്ത്. വിശദമായ റിപ്പോർട്ടിലേക്ക്.
കൊച്ചിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം കുവൈത്തിലെത്തുന്നവർ ആരോഗ്യപരമായി യോഗ്യനല്ലെന്ന് കണ്ടെത്തിയാൽ അടച്ച ഫീസ് തിരിച്ചു നൽകുന്നതിനോടൊപ്പം വിമാന നിരക്കും അനുബന്ധ ചെലവുകളും തങ്ങൾ വഹിക്കുമെന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി കുവൈത്ത് സർക്കാർ നിയോഗിച്ച ഖദാമത്ത് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് അധികൃതർ പറഞ്ഞു. ഇവരുടെ ഫീസ് നിരക്ക് കൂടുതലായതിനെ തുടർന്ന് പ്രതിഷേധമുയർന്നതിനാൽ കേരളത്തിൽ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് വിവിധ തലത്തിലുള്ള ഇടപെടലുകൾക്ക് ശേഷം 12,000 രൂപ ഫീസ് നിരക്ക് നിശ്ചയിച്ച് സെപ്റ്റംബർ മധ്യത്തിലാണ് കൊച്ചിയിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. കുവൈത്തിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാരുടെ മെഡിക്കൽ പരിശോധനയും സ്ക്രീനിംഗും ഇപ്പോൾ കാര്യക്ഷമമാണെന്ന് ഖദാമത്ത് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് അധികൃതർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരുമായി ചേർന്ന് സംസ്ഥാനത്തെ ജനങ്ങളുടെ സൗകര്യവും താൽപര്യങ്ങളും കണക്കിലെടുത്താണ് ഖദാമത്ത് പ്രവർത്തനം പുനരാരംഭിച്ചതെന്ന് മാതൃസ്ഥാപനമായ പബ്ലിക് സർവീസസ് കമ്പനി ഫോറിൻ പ്രൊജക്ട് കോഓർഡിനേറ്റർ ആദിൽ നാസർ അൽ ജുമൂർ പറഞ്ഞു. ഖദാമത്തിന്റെ കീഴിൽ മെഡിക്കൽ പരിശോധന നടത്തുന്നതുമൂലം ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി ആനുകൂല്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ഉദ്യോഗാർത്ഥികൾക്ക് അടച്ച ഫീസ് തിരിച്ചു നൽകും. സംശയാസ്പദമായ പരാജയമാണെങ്കിൽ അപേക്ഷകനെ സൗജന്യമായി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. സവിശേഷ സാഹചര്യങ്ങളിലെ സംശയാസ്പദമായ പരാജയമാണെങ്കിൽ കുവൈത്തിലെ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പുനഃപരിശോധന നടത്തി സംശയത്തിന്റെ ആനുകൂല്യം സന്ദർശകന് പരമാവധി ഉറപ്പുവരുത്താനുള്ള ഓൺലൈൻ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കമ്പനി സ്വമേധയാ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ കൊച്ചി ഓഫീസിലെ ജീവനക്കാരെ മുഴുവൻ നിലനിർത്തുകയും അവർക്ക് കൃത്യമായി വേതനം നൽകുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങളിലാണ് കൊച്ചി കൂടാതെ ഖദാമത്തിന് സെന്ററുകൾ ഉള്ളത്. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ സെൻസറിംഗ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഇന്ത്യ 1ാം സ്ഥാനത്ത്. ഫേസ്ബുക്ക് പുറത്തിറക്കിയ ബൈ ആനുവൽ ഗവൺമെന്റ് റിക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 3 ഇരട്ടി സെൻസറിംഗ് ഈ വർഷം ആദ്യ പകുതിയിൽ നടന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ 15,155 തവണ ഫേസ്ബുക്കിനെ ബന്ധപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. 2014 ജൂൺ ഡിസംബർ കാലയളവിൽ 5,832 അപേക്ഷകളാണ് ഇന്ത്യ നൽകിയിരുന്നത്. രാജ്യത്തെ മതസാഹോദര്യം തകർക്കപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടവയിൽ ഏറെയും. UAE വിശേഷങ്ങൾ. യമനിലെ ഔദ്യോഗിക സർക്കാരിന്റെ നേതൃത്വം കൈയാളുന്ന പ്രസിഡന്റ് അബ്ദുർ റബ്ബ് മൻസൂർ ഹാദിയുടെ കൊട്ടാരത്തിൽ UAE സൈനികരെ വിന്യസിച്ചു. പ്രസിഡന്റിന്റെ കൊട്ടാര സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടി. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ ഭാഗമായി ഏഡനിൽ പ്രവർത്തിക്കുന്ന UAE സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. യുദ്ധം താറുമാറാക്കിയ യമനിനെ സഹായിക്കുന്നതിന്റെ ഭാഗമായി UAE 840 മെട്രിക് ടൺ വസ്തുക്കൾ സഹായമായി എത്തിച്ചു. രക്തസാക്ഷികളുടെ വിധവകൾക്ക് മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ UAE ട്വിറ്റർ പേജ് ആരംഭിച്ചു. 13 വർഷങ്ങൾക്ക് മുമ്പ് രക്തസാക്ഷിത്വം വരിച്ച സൈനികന്റെ വിധവയാണ് പേജിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് ഇന്ന് സമാപനം കുറിക്കുന്നു. 7 ദിവസം പിന്നിട്ടപ്പോൾ 7.25 ലക്ഷം പേർ സന്ദർശിച്ചതായും മേള അവസാനിക്കുമ്പോൾ ഇത് 15 ലക്ഷം കടക്കുമെന്നും പുസ്തകമേളയുടെ തലവൻ അഹമ്മദ് ബിൻ റക്കദ് അമീരി അറിയിക്കുകയുണ്ടായി. എണ്ണ ടാങ്കറിൽ നിന്നും എണ്ണ പമ്പ് ചെയ്യുമ്പോൾ വൈദ്യുതി ആഘാതമേൽക്കുന്നത് പ്രതിരോധിക്കാൻ പുതിയ സുരക്ഷാ കവചമൊരുക്കി UAE ആസ്ഥാനമായ ഇന്ത്യൻ കമ്പനി. അബുദാബി അഡ്നിക്കിൽ നടക്കുന്ന ലോക ഓയിൽ പെട്രോളിയം പ്രദർശന നഗരിയിൽ പ്രത്യേക സ്റ്റാളിൽ സിസ്റ്റം പ്രദർശിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് കാലാവസ്ഥയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബീച്ചുകളിൽ സന്ദർശകർ നീന്താൻ ഇറങ്ങരുതെന്നും പോലീസിന്റെ മുന്നറിയിപ്പ് ഉണ്ട്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. യുദ്ധം താറുമാറാക്കിയ യമനിനെ സഹായിക്കുന്നതിന്റെ ഭാഗമായി UAE 840 മെട്രിക് ടൺ വസ്തുക്കൾ സഹായമായി എത്തിച്ചു. മരുന്നും ഭക്ഷണവും മറ്റ് ജീവകാരുണ്യ വസ്തുക്കളുമാണ് എത്തിച്ചവയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി വൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് UAE യമനിൽ നടത്തുന്നത്. ആയിരക്കണക്കിന് ടൺ ഭക്ഷ്യവസ്തുക്കളും യമനി ജനതയുടെ ദുരിതത്തിന് അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി എത്തിച്ചിരുന്നു. എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിലാണ് UAE യമനിൽ സഹായം വിതരണം ചെയ്യുന്നത്. പുതുതായി എത്തിച്ച വസ്തുക്കളിൽ 500 ടണ്ണും വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി. അടുത്തിടെ യമനിൽ ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റാണ് പുതുതായി അടിയന്തരമായി സഹായമെത്തിക്കാൻ UAEക്ക് പ്രേരണയായത്. മേഖലയിൽ ചുഴലിക്കാറ്റും പേമാരിയും വൻ നാശം വരുത്തിയ രാജ്യമാണ് യമൻ. കപ്പലിലാണ് യമൻ തുറമുഖമായ ഏഡനിലേക്ക് സഹായം എത്തിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു സഹായക്കപ്പൽ പുറപ്പെട്ടത്. ഇതിൽ എണ്ണയും ഉൾപ്പെടും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. റിസാല, 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 അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. റിസാല, 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 റിസാല. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. റിസാല, റിസാല, റിസാല. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ശ്രീനഗറിൽ ആരംഭിക്കുന്ന യെസ് ദുബായ് ഗ്രാൻഡ് സ്കൂൾ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക നിലവാരത്തിലുള്ളതാണ് യാസീൻ മിഷന് കീഴിലുള്ള പുതിയ സ്കൂൾ. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ കാശ്മീരി വിദ്യാഭ്യാസ മന്ത്രി നയീം അഖ്താർ മുഖ്യാതിഥിയായിരുന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അബു ഹനീഫൽ ഫൈസി തെന്നല, ഡോക്ടർ അബ്ദുസലാം, യാസീൻ മിഷൻ ഡയറക്ടർ ഷൌക്കത്ത് നഈമി ബുഖാരി തുടങ്ങിയവർ സംബന്ധിച്ചു. നിയമത്തോടുള്ള പ്രതിബദ്ധതയും നിയമവാഴ്ചയും മനുഷ്യ സമൂഹത്തിന്റെ അതിജീവനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സ്യൂമോട്ടോ 2015 മാർക്കസ് ലോ കോളേജ് BBA LLB 2ാം ബാച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയോടും രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടും പ്രതിബദ്ധതയുള്ള അഭിഭാഷകരെ വാർത്തെടുക്കുകയാണ് മർക്കസ് ലോ കോളേജ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വെറും വായിച്ച് പഠിച്ച് പരീക്ഷയിൽ പാസ്സാകുന്നതിൽ അപ്പുറം ഇതിൽ നല്ല ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. കഴിവില്ല പരമാവധി ഇവിടെ നടക്കുന്ന ചർച്ചകളും വിഷയങ്ങളും ഞങ്ങൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുമെല്ലാം നിയമത്തിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിയണം എന്ന ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം. വക്കീൽമാരെല്ലാം പൊള്ളു അറിയുന്നവരാണ്, പൊള്ളു പറഞ്ഞിട്ടാണ് ജയിക്കല് എന്ന ഒരു കിംവദന്തി, ഒരാക്ഷേപം ചില ആളുകളൊക്കെ പറഞ്ഞു വരുത്താറുണ്ട്. അത് തീർച്ചയായും തെറ്റാണ്. അങ്ങനെ വെറും കളവ് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യം നടക്കൂല. കാര്യം നടക്കണമെങ്കിൽ കാര്യം തന്നെ പറയണം, സത്യം തന്നെ പറയണം എന്ന ബോധം നമുക്ക് ഉണ്ടാവുകയും അത് നിങ്ങൾ ഒന്നുകൂടി തെളിയിച്ചു കൊടുക്കുകയും വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിൻസിപ്പൽ പ്രൊഫസർ PS ഗോപി, അസിസ്റ്റന്റ് പ്രൊഫസർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രവാസി മലയാളികൾക്കിടയിൽ പ്രവാസി വായന മാസികക്ക് വൻ വളർച്ച. ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഗൾഫ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഗസിനായി പ്രവാസി വായന മുന്നേറിയത്. ഇപ്പോൾ 6 ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസി വായന ക്യാമ്പയിൻ നടന്നുവരികയാണ്. ഒക്ടോബർ 15 ആരംഭിച്ച ക്യാമ്പയിൻ നവംബർ 30 സമാപിക്കും. അതിജീവനത്തിന്റെ വായന എന്ന ശീർഷകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാസി വായന ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ജനുവരിയിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച പ്രവാസി വായന ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF ആണ് പുറത്തിറക്കുന്നത്.
പ്രവാസികളെ ബാധിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ നിയമപ്രശ്നങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെ അവതരിപ്പിക്കാൻ ഇക്കാലയളവിനുള്ളിൽ പ്രവാസി വായനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മതം, രാഷ്ട്രീയം, സാംസ്കാരികം, ആത്മീയത, കുടുംബം, ആരോഗ്യം, ആനുകാലികം, തൊഴിൽ, അന്താരാഷ്ട്രം, യാത്ര തുടങ്ങിയ വിവിധ വിഷയങ്ങളിലുള്ള ആധികാരിക ലേഖനങ്ങളും പഠനങ്ങളും മികച്ച പ്രതികരണങ്ങളാണ് പ്രവാസികൾക്കിടയിൽ സൃഷ്ടിച്ചത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, MT വാസുദേവൻ നായർ, P സുരേന്ദ്രൻ, ബെന്യാമിൻ, V മുസഫർ അഹമ്മദ്, ബാബു ഭരദ്വാജ്, കൽപ്പറ്റ നാരായണൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക നേതാക്കളും പണ്ഡിതരും ഇതിനകം പ്രവാസി വായനയിൽ പ്രത്യക്ഷപ്പെട്ട് വായനക്കാരുടെ മനസ്സ് കീഴടക്കിക്കഴിഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വിഭവങ്ങളും ഈ മാസികയെ വ്യത്യസ്തമാക്കുന്നു. പ്രചാരണ കാലയളവിനുള്ളിൽ പ്രസ്ഥാന ബന്ധുക്കളുടെയും വായനക്കാരുടെയും പൂർണ്ണാർത്ഥത്തിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു. ഇനിയും വരിചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് രാഷ്ട്രത്തിലെ ICF പ്രവർത്തകരെ സമീപിക്കണമെന്നും പ്രസാധകർ അറിയിച്ചു. ഡിസംബർ 6 മുതൽ 13 വരെ ഗൌസിയ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ആശുഖ് റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദ് ഉറൂസ് മുബാറക്കിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ നിർവഹിച്ചു. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ, സയ്യിദ് പൂക്കുഞ്ഞിക്കോയത്തങ്ങൾ, മുത്തുക്കോയത്തങ്ങൾ ചിർപ്പിങ്ങൽ, അലി ബാക്കവി ആറ്റുപുറം, അബ്ദുറസാഖ് സഖാഫി വെള്ളിയാപുറം, സേതലവി മാസ്റ്റർ ചെങ്ങര, VT ഹമീദ് ഹാജി, മാനു ഹാജി, അസീസ് ഹാജി, ഇബ്രാഹിം കുട്ടി ഹാജി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. അടുത്ത മാസം നടക്കുന്ന ഉറൂസ് മുബാറക്കിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ദിക്ർ, ദുആ, മൗലിദ് മജ്ലിസുകൾ, മതപ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, തിരുനബി സ്നേഹകാവ്യ സദസ്സുകൾ, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. വിവിധ മജ്ലിസുകൾക്ക് പ്രമുഖ സാദാത്യങ്ങൾ, പണ്ഡിതർ, ഉമറാക്കൾ, സംഘടനാ നേതാക്കൾ നേതൃത്വം നൽകും. മഅദിൻ അക്കാദമിയുടെ വൈസനീയത്തിന്റെ ഭാഗമായി മേന്മ പദ്ധതി പ്രൊഫസർ അമാനുള്ള ഷാ ഹോങ്കോങ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന മേന്മ പദ്ധതിയുടെ ഉദ്ഘാടനം OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ ക്വാളിറ്റി അഷുറൻസ് തലവൻ പ്രൊഫസർ അമാനുള്ള ഷാ ഹോങ്കോങ് നിർവഹിച്ചു. അക്കാദമിക് തലങ്ങളിലും ഭൌതിക സൌകര്യങ്ങളിലും അന്താരാഷ്ട്ര ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി പരിശീലന പരിപാടികൾ, വർക്ക്ഷോപ്പുകൾ, ഇന്റർനാഷണൽ വിസിറ്റ് പ്രോഗ്രാം എന്നിവ നടക്കും. മഅദിൻ അക്കാദമിയുമായി വിദ്യാഭ്യാസ വിനിമയ ധാരണയിലെത്തിയിട്ടുള്ള വിവിധ വിദേശ യൂണിവേഴ്സിറ്റികളുടെ പിന്തുണയും ഈ പദ്ധതിക്ക് ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് അത്താവുള്ള തങ്ങൾ കാസർഗോഡ്, ജഹാംഗീർ ഉസ്മാൻ, അബ്ദുൽ ജലീൽ സക്കാഫി കടലുണ്ടി, ഇബ്രാഹിം സക്കാഫി മേൽമരു, ബുഖാരി മുഹമ്മദ് ഷെരീഫ് സിംഗപ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, മലപ്പുറം. SSF ക്യാമ്പസുകളിൽ നടത്തുന്ന ക്യാമ്പസ് ടോക്ക് മലപ്പുറം ജില്ലയിലെ 30 കേന്ദ്രങ്ങളിൽ നടക്കും. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിലാണ് ചർച്ച നടക്കുന്നത്. സ്ഥാപന മേധാവി, അധ്യാപകർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവരാണ് ടോക്കിൽ സംബന്ധിക്കുന്നത്. PMSO തിരൂരങ്ങാടി, MES കോളേജ് മമ്പാട്, മലപ്പുറം ഗവൺമെന്റ് കോളേജ് താനൂർ, MES അരീക്കോട്, സാഫി കോളേജ് വാഴയൂർ, അൽ ഫാറൂഖ് കോട്ടക്കൽ, ഹിക്കമിയ ആർട്സ് മഞ്ചേരി, ജെംസ് പെരിന്തൽമണ്ണ, MES പൊന്നാനി, TMG തിരൂർ, യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ്, MES കുറ്റിപ്പുറം, സഹ്യ കോളേജ് വണ്ടൂർ എന്നിവിടങ്ങളിൽ ഇതിനകം പൂർത്തിയായി. PMSO കോളേജിൽ മലയാള വിഭാഗം തലവൻ പ്രൊഫസർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ സെക്രട്ടറി വഹാബ് തങ്ങൾ, ക്യാമ്പസ് സെക്രട്ടറി ഇർഷാദ് തിരൂരങ്ങാടി, നൂറുദ്ദീൻ കൊടിഞ്ഞി, സഫ്രാസ് കടലുണ്ടി തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. ബദിയടുക്ക നീർച്ചാൽ ടൌൺ സുന്നി കോർഡിനേഷൻ ആഭിമുഖ്യത്തിൽ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അനുസ്മരണവും ദിക്ർ ദുആ മജ്ലിസും സംഘടിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ബാപ്പുഞ്ഞി പതാക ഉയർത്തി. തുടർന്ന് ഇഷ്കെ മദീന സംഘം ബുർദ മജ്ലിസിന് നേതൃത്വം നൽകി. സയ്യിദ് അബ്ദുൽ അസീസ് അൽ ഹൈദ്രോസി ഏരുമാട് പ്രാർത്ഥന നിർവഹിച്ചു. SYS സംസ്ഥാന സമിതി അംഗം BS അബ്ദുള്ള കുഞ്ഞ് ഫൈസിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. വടശ്ശേരി ഹസൻ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമാപന ദിക്ർ ദുആ മജ്ലിസിന് ഇമാം ബൂസൂരി ഫൌണ്ടേഷൻ ചെയർമാൻ സയ്യിദ് സുഹൈൽ സഖാഫ് തങ്ങൾ മടക്കര നേതൃത്വം നൽകി. SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചീപ്പാർ, നാസർ നഈമി നെല്ലിക്കട്ട, അബ്ദുറഹ്മാൻ ഹസനി തുടങ്ങി പ്രമുഖർ സംസാരിച്ചു. കാസർകോട് ജില്ലാ സുന്നി ജമിയത്തുൽ മുഅല്ലിമീന് പുതിയ സാരഥികൾ. വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ സുന്നി സെന്ററിൽ പ്രസിഡന്റ് കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഅദിയുടെ അധ്യക്ഷതയിൽ SYS ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. റിട്ടേണിംഗ് ഓഫീസർ യൂസുഫ് സക്കാഫി കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു.
മദ്രസകൾ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി പറഞ്ഞു. അഷ്റഫ് സാദി പ്രസിഡന്റും ജമാലുദ്ദീൻ സഖാഫി ജനറൽ സെക്രട്ടറിയും ഉമർ സഖാഫി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവൽ 1 മുതൽ 12 വരെ മുഹിമ്മാത്ത് മദ്ഹൂർ റസൂൽ ഫൗണ്ടേഷന് കീഴിൽ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവാചക പ്രകീർത്തന സംരംഭങ്ങളുടെ പ്രഖ്യാപനം മുഹിമ്മാത്ത് കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങൾ നിർവഹിച്ചു. പ്രകീർത്തന ഭാഗമായി മുഹിമ്മാത്ത് മദ്ഹൂർ റസൂൽ ഫൗണ്ടേഷൻ രൂപം നൽകിയ മഹല്ല് പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള തർഗീബ്, പുണ്യറബീന്റെ വരവറിയിച്ച് 63 മഹല്ലുകളിൽ സംഘടിപ്പിക്കുന്ന തൻഷീത്ത് സംഗമങ്ങൾ, പ്രകീർത്തനങ്ങളടങ്ങിയ കൈപ്പുസ്തക വിതരണങ്ങൾ, റബീനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വിളംബര റാലി, കാരുണ്യ സംരംഭങ്ങൾ, ബുർദ ആസ്വാദനം, പ്രഭാഷണങ്ങൾ, കലാവിരുന്ന് തുടങ്ങിയ പരിപാടികൾ നടക്കും. പ്രഖ്യാപന കൺവെൻഷൻ ചെയർമാൻ സി അബ്ദുള്ള മുസ്ലിയാർ ഉപ്പളയുടെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാരീസിൽ ഭീകരാക്രമണം, 7 വെടിവെപ്പും സ്ഫോടനവും, 130-ലേറെ മരണം. IS ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളും അടച്ചു. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ സെൻസറിംഗ് നടക്കുന്നത് ഇന്ത്യയിൽ. യുദ്ധം താറുമാറാക്കിയ യമനിലേക്ക് UAE 840 മെട്രിക് ടൺ സഹായമെത്തിച്ചു. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കാശ്മീരിൽ ES ദുബൈ ഗ്രാൻഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് വിസ ആരോഗ്യ പരിശോധന ഫലപ്രദമല്ലെങ്കിൽ ചെലവ് വഹിക്കും. മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ അടച്ച ഫീസ് തിരിച്ചു നൽകും. ഹദാമത്ത് ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ്. മന്ത്രി കെ ബാബുവിനെതിരെ പ്രതിപക്ഷം. സർവകക്ഷി സംഘത്തിന്റെ ബ്രിട്ടൻ സന്ദർശനം മാറ്റിവെച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF ക്യാമ്പസ് ടോക്ക് 30 കേന്ദ്രങ്ങളിൽ. മഅദിൻ അക്കാദമിയുടെ വൈസനീയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന മേന്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഗസിനായി പ്രവാസി വായന. മുഹിമ്മാത്ത് മദ്ഹൂർ റസൂൽ ഫൗണ്ടേഷന് കീഴിൽ സംഘടിപ്പിക്കുന്ന പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് പ്രഖ്യാപനമായി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.